വളരെ ഹെൽത്തിയായ ചോളം ഉപ്പുമാവ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. 2 ചെറിയ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അരി കളഞ്ഞ പച്ചമുളക്, മുരിങ്ങയില, ബദാം, നട്ട്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 1.5 കപ്പ് ചോളത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക. ചൂടാക്കിയ ചീനിച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം 1/4 കപ്പ് കടുക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചി പച്ചമുളക് നന്നായി മൂത്തതിന് ശേഷം നമ്മൾ മുരിങ്ങയില ഇട്ടൊന്ന് വാട്ടിയെടുക്കുക. മുരിങ്ങയിലയുടെ ആ പച്ച ചുവ മാറാനായിട്ടാണ്. ക്യാരറ്റും അതിനോടൊപ്പം എടുത്ത് ക്യാരറ്റിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ അതും ഒന്ന് വഴറ്റിയെടുക്കുക. പച്ച ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയുമാകാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ്, അങ്ങനെ പയർ വിത്ത്, അങ്ങനെ കുറച്ച് സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അത് നമ്മൾ അവസാനം ചേർത്താലും മതിയാവും, പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് പറങ്കണ്ടി ചേർക്കാം, കപ്പലണ്ടി ചേർക്കാം, എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ബദാമാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. 1 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലിടുക. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർക്കാവുന്നതാണ്. വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചോളം ഉപ്പുമാവ് പൊടി കുറച്ചായിട്ട് അതിലേക്ക് ചേർക്കുക. ചേർക്കുന്നതിനോടൊപ്പം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഉപ്പുമാവ് പൊടിയും വെള്ളവും എല്ലാം ഇവിടെ കട്ട കെട്ടുന്ന രീതിയിലാവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. പൊടി മുഴുവൻ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി തളിക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് ചെറു തീയിലിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കുക. ഇപ്പോൾ ഏകദേശം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർക്കുക. ചെറു തീയിലിട്ട് 1 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. ചോളം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയായ ഈസിയായ റെസിപ്പിയാണ്. ഇതോടൊപ്പം കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.